ശുചീകരണ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് സ്വാശ്രയ സംരംഭത്തിലേക്ക് ചുവടുവെക്കാനൊരുങ്ങി പള്ളിക്കര കൂട്ടക്കനിയിലെ ഒരു കൂട്ടം അമ്മമാർ. കൂട്ടക്കനി GUP സ്കൂളിലെ മദർ PTA ആണ് ഇവർക്ക് ഇതിനുള്ള അവസരവും വേദിയും ഒരുക്കിയത്. This news sponsored by ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. കൂട്ടക്കനി GUP സ്കൂൾ മാലിന്യമുക്ത നവകേരളം യജ്ഞവുമായി കൈകോർത്ത് നടത്തിയ ഏകദിന ശില്പശാലയിലൂടെയാണ് ഇതേ സ്കൂളിലെ കുട്ടികളുടെ അമ്മമാർ വിവിധങ്ങളായ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലെ സാങ്കേതിക വിദ്യകൾ സ്വായത്തമാക്കിയത്. സ്കൂളിലെ മദർ PTA ആണ് അമ്മമാർക്ക് സ്വന്തം നിലയിൽ വരുമാനം കണ്ടെത്താനായി ഇങ്ങനെയൊരു പരിപാടി ആവിഷ്കരിച്ചതും നടപ്പിലാക്കിയതും. സ്കൂളിലെ സോഷ്യൽ സർവീസ് സ്കീം അംഗങ്ങളും ശില്പശാലയിൽ പങ്കെടുത്തു. സ്വദേശ് എന്ന സംഘടനയുടെ സാങ്കേതിക സഹകരണത്തോടെ നടത്തിയ പരിശീലന പരിപാടിക്ക് ജനറൽ സെക്രട്ടറി KK നാരായണൻ പള്ളിക്കര നേതൃത്വം നൽകി. മാർക്കറ്റിൽ ഒരു 48,000-50,000 രൂപ വില വരുന്ന സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഇതിലിട്ടിരിക്കുന്ന MRP അത് ഏറ്റവും കുറഞ്ഞ MRP ആണ്. ആ MRP പ്രകാരം തന്നെ 33,000 രൂപയ്ക്ക് വിൽക്കാൻ പറ്റുന്ന മെറ്റീരിയൽസ് ഇപ്പോൾ ഇവിടെ ഉണ്ട്. വ്യത്യസ്ത നിറത്തിലും മണത്തിലുമുള്ള ഡിഷ് വാഷ്, ടോയ്ലറ്റ് ക്ലീനർ, ഹാൻഡ് വാഷ്, ഫിനൈൽ, ക്ലോത്ത് വാഷ് തുടങ്ങിയ ഡിറ്റർജന്റുകളുടെ ഉള്ളടക്കവും നിർമ്മാണ രീതിയുമെല്ലാം 20ഓളം വരുന്ന അമ്മമാർ മണിക്കൂറുകൾ കൊണ്ട് സ്വായത്തമാക്കി. അധികം വൈകാതെ തന്നെ ഇവർ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ വീടുകളിലേക്കെത്തും. ശില്പശാലയുടെ ഭാഗമായി നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുടെ ആദ്യ വിൽപ്പന പ്രഥമാധ്യാപകൻ അനൂപ് കുമാർ കല്ലത്ത് SMC ചെയർമാൻ പ്രഭാകരൻ പള്ളിപ്പുഴയ്ക്ക് നൽകി നിർവഹിച്ചു. ചടങ്ങിൽ PTA പ്രസിഡന്റ് A സുധാകരൻ അധ്യക്ഷനായി. രാജേഷ് കൂട്ടക്കനി, വിഷ്ണുമോഹൻ, P വേണുഗോപാലൻ, കൗസല്യ, അനിത, ആയിഷത്ത്, നജീല എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പെരിയ.